നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഓണം വിപണിയിൽ തിരക്കേറി, ഓണച്ചന്തകളും സജീവം. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില 80,000 പവന് 640 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില ആദ്യമായി 78,000 കടന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പ്രവചിച്ചതിനെ തുടർന്ന് ചിമ്മിനി ഡാം ഷട്ടറുകൾ വീണ്ടും തുറന്നു. സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. വാർത്തകൾ വിശദമായി. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പ്രവചിച്ചതിനെ തുടർന്ന് ചിമ്മിനി ഡാം ഷട്ടറുകൾ വീണ്ടും തുറന്നു. സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. കുറുമാലി, കരുവന്നൂർ പുഴകളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10 സെന്റിമീറ്റർ വരെ ഷട്ടറുകൾ ഉയർത്താൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട്. 3.52 ക്യൂബിക് ജലമാണ് തുറന്നുവിടുന്നത്. കുറുമാലി പുഴയിൽ 5 മുതൽ 8 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിലുണ്ട്. ഓണം അടുത്തതോടെ നേന്ത്രക്കായ വിപണിയും സജീവമായിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥ നൽകിയ തിരിച്ചടികളെ ഓണവിപണിയിലൂടെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കല്ലൂർ ആലേങ്ങാട് സ്വാശ്രയ കർഷക സമിതിയിലെ അംഗങ്ങൾ. ഓണവിപണി ലക്ഷ്യമാക്കി ഇറക്കിയ വാഴകൃഷിക്ക് പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയായിരുന്നു. അപ്രതീക്ഷിതമായ കനത്ത മഴ നേന്ത്രവാഴ കൃഷി വെള്ളത്തിലാക്കി. അവശേഷിച്ച കായകളിലാണ് കർഷകരുടെ പ്രതീക്ഷ. ഓണവിപണി തുടങ്ങിയതോടെ VFPCKയിൽ നിന്നും കർഷകർക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ തുക കുറവാണെന്ന് കർഷകർ പറയുന്നു. ഈ വർഷം കൃഷിക്കാർക്ക് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന വർഷമായിരുന്നു. പക്ഷേ ഈ കാലവർഷം ചതിച്ചതുകൊണ്ട് കൃഷിക്കാരാകെ വിഷമത്തിലാണ്. ഇക്കൊല്ലം ഉൽപ്പന്നം ഭയങ്കര കുറവായിരുന്നു. വില അതുപോലെ തന്നെ ഭയങ്കര കുറഞ്ഞു പോയി. അത് കാരണം അങ്ങനെയുള്ള കുറേ പ്രതിസന്ധികൾ കർഷകർക്കുണ്ട്. അപ്പോൾ ഇക്കൊല്ലം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഉൽപ്പന്നം അധികം കുറവുണ്ട്. പിന്നെ വിലയുടെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 75 രൂപ നിന്നത് ഈ വർഷം 50 രൂപയിലേക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ കൃഷിക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പന്നത്തിന് ചിലവ് കുറവ്, പുറം മാർക്കറ്റിൽ നിന്ന് വരുന്ന മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്ന കായ കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഉൽപ്പന്നത്തിന് ഭയങ്കര വില കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറികൾ മഴ ഈ വർഷം നേരത്തെ മഴ തുടങ്ങിയതുകൊണ്ട് മാറി കാത്തുകൊണ്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ താമസിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഉൽപ്പന്നം ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ അത് വരുന്ന മാസത്തിലേക്കൊക്കെയാണ് ഇത് ആയി വരുന്നത്. അപ്പോൾ കന്നിമാസം എന്ന് പറയുമ്പോൾ ആർക്കും ചിലവില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര നഷ്ടമായി തീരും പച്ചക്കറികളുടെ കാര്യത്തിൽ. പിന്നെ മൊത്തത്തിൽ എല്ലായിടത്തും കുറവ് തന്നെയാണ് പച്ചക്കറി. പയറെന്ന് പറയുന്ന സാധനമേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കണേ. മഴയുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല. ഓണക്കാലത്തെ കച്ചവടമാണ് കർഷകന്റെ ആശ്രയം. മുൻവർഷം 70 രൂപ വരെ കിട്ടിയിരുന്ന വിലയാണ് 50 രൂപയായി താഴ്ന്നത്. വാഴത്തൈ, കൂലിച്ചെലവ്, വളമിടൽ അടക്കമുള്ളവയ്ക്ക് മുമ്പത്തേക്കാൾ ചിലവ് കൂടിയതും അതിനൊത്ത് വാഴക്കുലയ്ക്ക് വില ലഭിക്കാത്തതും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ ഓണം അടുത്തുള്ള ദിവസങ്ങളിൽ വില കൂടുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഓണവിപണിയിൽ അത്തം മുതൽ 10 ദിവസം 22 ലക്ഷം രൂപയുടെ കായയാണ് ഇവിടെ വിറ്റത്. ഇത്തവണ ഇത് 15 ലക്ഷമായി കുറയുമെന്ന് കർഷകർ പറയുന്നു. ഒരു സാമ്പത്തിക വർഷം ഏകദേശം 3 കോടി രൂപയുടെ വിറ്റുവരവാണ് ആലേങ്ങാട് കർഷക സമിതിയിലുള്ളത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില നൽകിയാണ് സമിതി ആശ്വാസമാകുന്നത്. 300-ലേറെ കർഷകർ ഉൾപ്പെടുന്ന 15ഓളം കർഷക സമിതികളുടെ കൂട്ടായ്മയിലാണ് കല്ലൂർ ആലേങ്ങാട് VFPCK കർഷക സമിതി പ്രവർത്തിക്കുന്നത്. കായവറവ്, ശർക്കര വരട്ടി, പഴം പുഴുങ്ങിയത് എന്നിവ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം എന്ന് പറയുന്നത് കായ വിപണിയിൽ വലിയ ഉണർവ് പ്രകടമാകുന്ന ഒരു കാലം കൂടിയാണ്. എന്നാൽ കർഷകർക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്നാണ് 300-ലേറെ കർഷകരുടെ ആശ്രയമായ ആലേങ്ങാട് സ്വാശ്രയ കർഷക സമിതിയിലെ കർഷകർ പറയുന്നത്.
ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗുണം കുറഞ്ഞ കായയുടെ വരവ് തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഓണം അടുത്തതോടെ കായ വറുക്കലിനും വേഗതയേറി. കായ വറവില്ലാത്ത ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിരവധി ഇടങ്ങളിലാണ് കായവറവ് ഒരുങ്ങുന്നത്. കായവറുക്കൽ കേന്ദ്രങ്ങൾ, ബേക്കറികൾ, എണ്ണപ്പലഹാരങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കായവറവ് റെഡിയാണ്. ആവശ്യക്കാർക്ക് തത്സമയം വറുത്തു നൽകുന്നുമുണ്ട്. വെളിച്ചെണ്ണയുടെ വില കൂടിയതോടെ കായവറവിന് വില കൂടിയത് ആവശ്യക്കാരെ അല്പം നിരാശയിലാക്കുന്നുണ്ട്. എന്നാലും കായവറവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന മട്ടിലാണവർ. വെളിച്ചെണ്ണയിൽ വറക്കുന്ന കായവറവിന് മുൻ വർഷത്തേക്കാൾ 10 മുതൽ 15% വരെ വില ഉയർന്നിട്ടുണ്ട്. ഇക്കുറി 600 രൂപ വരെയാണ് വില. കൂടുതൽ രുചിയുള്ള കായവറവ് ഓണത്തിന് വിളമ്പണമെന്ന നിർബന്ധമുള്ള കച്ചവടക്കാർ നാടൻ കായ ഉപയോഗിച്ചാണ് വറവുണ്ടാക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന നാടൻ കായവറവിന് ആവശ്യക്കാർ ഏറെയുണ്ടെന്ന് പുതുക്കാട് ചിപ്സ് കോർണറിന്റെ സാരഥികളിൽ ഒരാളായ ജെയ്സൺ പറഞ്ഞു. കാലങ്ങളായി നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ പുതുക്കാടുകാരുടെ മനസ്സിൽ ഏറ്റവും നല്ല രുചികരമായ സാധനങ്ങൾ കൊടുക്കുന്നതിൽ നമ്മൾ മുൻപന്തിയിലുണ്ട്. ഈ വർഷവും പഴയ കാലങ്ങളെ പോലെ തന്നെ ഓണത്തിന് ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ തന്നെ ചിപ്സ് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ദോഷകരമായ സാഹചര്യങ്ങളുണ്ട്. അതായത് വില വർധനവ് മുൻകാലത്തെ അപേക്ഷിച്ച് വില സ്വല്പം വർദ്ധിപ്പിക്കേണ്ടത് നിർബന്ധിതമായിരിക്കുകയാണ്. കാരണം വെളിച്ചെണ്ണയ്ക്ക് നമുക്കറിയാം ഇതുവരെ ചരിത്രത്തിലില്ലാത്ത വർധനവ്, അതായത് ഇരട്ടിയിലധികം വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. നമ്മൾ പൂർണ്ണമായും ഇവിടുത്തെ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു തവണ ഉപയോഗിച്ച വെളിച്ചെണ്ണ പിന്നീട് ഉപയോഗിക്കാത്ത രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയധികം നമുക്ക് ആ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ഭൂരിഭാഗവും ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ കായകളും നമ്മുടെ നാട്ടിലെ കായകളാണ് തന്നെ. അപ്പോൾ നമ്മുടെ ലോക്കലിലെ BFPCK പോലെയുള്ള മാർക്കറ്റുകളിലെ വില നിലവാരമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കായയ്ക്കും തന്നെ ഗുണനിലവാരമുള്ള കായ ആയതുകൊണ്ടും നാടൻ കായ ആയതുകൊണ്ടും തന്നെ വില വർധനവ് കായയുടെ കാര്യത്തിലും മറ്റു കായകളെ അപേക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും നല്ലതും ഗുണനിലവാരമുള്ളതുമായത് കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയാൽ നമ്മൾ ഈ വർഷം മുന്നോട്ട് പോവുകയാണ്. അത് 3 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അത് അവസാനിപ്പിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ. ഈ അടുപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മറ്റേ അറക്കപ്പൊടിയുടെ അടുപ്പാണ്. അറക്കപ്പൊടി പെല്ലറ്റ് രൂപത്തിലാക്കിയിട്ട് വന്നിട്ട് ഇതാണ്. അത് ഭയങ്കര പവറാണ്. ഗ്യാസിനേക്കാളൊക്കെ ലാഭമാണ്. അറക്കപ്പൊടി പല്ലറ്റ് രൂപത്തിലാക്കി ഉപയോഗിക്കുന്ന ആധുനിക സംവിധാനത്തിലുള്ള അടുപ്പിലാണ് ഇവർ കായവറവും ശർക്കര വരട്ടിയുമെല്ലാം തയ്യാറാക്കുന്നത്. ഓണസദ്യയിൽ മാത്രമല്ല, തിരുവോണം വരെ ബന്ധുവീടുകൾ, സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലേക്ക് വിരുന്നു പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്രധാന വിഭവങ്ങളിൽ കായവറുത്തതിനും ശർക്കര ഉപ്പേരിക്കും പ്രഥമ സ്ഥാനമുണ്ട്. സമ്മാന കിറ്റുകളിലെ പ്രധാന ഇനം ഇക്കുറിയും കായവറവ് തന്നെയാണ്. ഓണപ്പാട്ടുകൾ പോലെ, ഓണക്കളികൾ പോലെ, ഓണക്കോടി പോലെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഓണസദ്യ. ഇലയിട്ട് വിളമ്പുന്ന ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് സ്വർണ്ണ നിറത്തിലുള്ള കായവറവും ശർക്കര ഉപ്പേരിയുമെല്ലാം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കായവറവ് വിപണി സജീവമാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന നാടൻ കായവറവിനാണ് ഏറ്റവും ഡിമാൻഡുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഓണം പ്രമാണിച്ച് CPM പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ പച്ചക്കറി ചന്ത തുടങ്ങി. കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. PV മണി, PG ഷാജി എന്നിവർ സന്നിഹിതരായി. കൊടകര സരസ്വതി വിദ്യാനികേതനിൽ ഓണം ആഘോഷിച്ചു. മാനേജർ TK സതീഷ് ഓണ സന്ദേശം നൽകി. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ ഇൻചാർജ് ജയശ്രീ R മേനോൻ, മാനേജർ TK സതീഷ്, പ്രിൻസിപ്പാൾ റോഷൻ P നായർ, വിദ്യാലയ സമിതി, മാതൃസമിതി, ക്ഷേമസമിതി അംഗങ്ങൾ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കൊടകര റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ 50 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റുകളുടെ വിതരണോദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് VV ബോബിഷ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി നൈജോ ആൻഡോ, ക്ലബ്ബ് ട്രഷറർ നിവിൻ ചെറാക്കുളം, കൊടകര ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുധ, സിജോ സൈമൺ, സുജിത്ത് മേനോൻ, സിജോ എലിഞ്ഞിക്കാടൻ, അഭിലാഷ് പുതുപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി വെള്ളിക്കുളങ്ങര ഇത്തനോളി ST ഉന്നതിയിൽ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു. നിർധനരായ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പൈങ്കേൽ സജീവ് കുമാർ,
ജില്ലാ സെക്രട്ടറി സന്ദീപ്, പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AB പ്രിൻസ്, ജനറൽ സെക്രട്ടറി പിയൂസ് ഇഞ്ചക്കുണ്ട്, ഉമ്മർ നാസർ, CX ജോയ്, രാജൻ മലയൻ, ബിജി മുരളി എന്നിവർ സന്നിഹിതരായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രർക്ക് ഓണക്കോടി വിതരണവും ഹരിത കർമ്മസേന, കാർഷിക കർമ്മസേന എന്നിവർക്കുള്ള ബോണസ് വിതരണവും KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ബീന സുരേന്ദ്രൻ, KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ, CN നിധിൻ എന്നിവർ സംസാരിച്ചു. അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാവേലി വേഷത്തിൽ സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകിയും നോട്ടീസുകൾ വിതരണം ചെയ്തും ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെടേണ്ടതും ചികിത്സയ്ക്കായി ബന്ധപ്പെടേണ്ടതുമായ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അടങ്ങിയ കാർഡുകൾ വിതരണം ചെയ്തുമാണ് ബോധവൽക്കരണം വ്യത്യസ്തമാക്കിയത്. സബ് കളക്ടർ അഖിൽ V മേനോൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വിമുക്തി മിഷൻ മാനേജരും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ AR നിഗീഷ് പദ്ധതി വിശദീകരണം നടത്തി. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, സെന്റ് തോമസ് കോളേജ് സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ മജ്നു ജോസ് പൂത്തോക്കാരൻ, N ഹരികൃഷ്ണൻ, എക്സൈസ് സിവിൽ ഓഫീസ് ഉദ്യോഗസ്ഥരായ C ജോൺ ജോസ്, സെൻസി ദേവസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മണ്ണമ്പേട്ടയിൽ അത്യാകർഷകമായ സൗകര്യങ്ങളോട് കൂടിയ പാർട്ടി ഹാൾ അൽറോയി ഈവന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മണ്ണമ്പേട്ടയിൽ അത്യാകർഷകമായ സൗകര്യങ്ങളോട് കൂടിയ പാർട്ടി ഹാൾ അൽറോയി ഈവന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പ്രാദേശിക സാംസ്കാരിക രംഗത്തിന് പുതുജീവനേകുന്ന വിധത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അൽറോയി ഈവന്റ് സെന്ററിന്റെ ഉദ്ഘാടനവും വെഞ്ചരിപ്പ് കർമ്മവും മണ്ണമ്പേട്ട മേരി ഇമാക്കുലേറ്റ് പള്ളി വികാരി ഫാദർ ജെയ്സൺ പൊന്നശ്ശേരി നിർവഹിച്ചു. അളകപ്പ നഗർ പഞ്ചായത്ത് അംഗങ്ങളായ ഭാഗ്യവതി ചന്ദ്രൻ, PK ശേഖരൻ, വ്യാപാരി സംഘടനാ പ്രതിനിധി ശേഖരൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. VA റോയിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സൗണ്ട് ലൈറ്റിംഗ് സംവിധാനങ്ങൾ, വിശാലമായ ഇരിപ്പിട സൗകര്യം, പാർക്കിംഗ് സൗകര്യം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന ഈ ഓഡിറ്റോറിയം കലാപരിപാടികൾക്കും വിവാഹങ്ങൾക്കും കോൺഫറൻസുകൾക്കും സാമൂഹിക സാംസ്കാരിക ചടങ്ങുകൾക്കും ഏറ്റവും അനുയോജ്യമായ വേദിയാണ്. ഉയർന്ന നിലവാരമുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുന്നതാണ് അൽറോയ് ഈവന്റ് സെന്ററിന്റെ പ്രത്യേകത. ബുക്കിംഗുകൾക്കായി ബന്ധപ്പെടുക. റോയുടെ പ്രസ്ഥാനം എല്ലാ ഇടവക അതിർത്തിയിലുള്ള അല്ലെങ്കിൽ ഈ ദേശത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ വിവിധ ആഘോഷ പരിപാടികൾക്ക് കാരണമാവട്ടെ, വേദിയാകട്ടെ, എല്ലാവരും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സന്തോഷാവസരങ്ങൾ എൽറോയോടൊപ്പം ചെലവഴിക്കാനായിട്ട് ദൈവം നിങ്ങളെ ഈ ഓണത്തിൻ്റെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മണ്ണമ്പേട്ട പട്ടണത്തിലേക്ക് നിന്ന് പോകുന്ന വഴിയിൽ ഏകദേശം 500 മീറ്ററിനുള്ളിലായിട്ട് ഒരു അൽറോയ് ഇവന്റ് സെന്റർ എന്ന പേരിൽ ഒരു മിനി പാർട്ടി ഹാള് ഉണ്ടാക്കിയ വിവരം നിങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇതിൽ ഏകദേശം നമുക്ക് 100-ൽ കൂടുതൽ ആളുകളെ ഒരേ സമയം ഇരുത്തി പാർട്ടി നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ട്. വലിയൊരു തുക കൊടുത്തുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ചെറിയ ചെറിയ പരിപാടികൾ നടത്താൻ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ച ഈ ഓഡിറ്റോറിയത്തിന് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും. അത്യാവശ്യം പാർക്കിങ്ങോട് കൂടി നല്ല വൃത്തിയായിട്ടുള്ള ഇന്റീരിയർ വർക്കോട് കൂടിയുള്ള ഹാള് എന്തായാലും നന്നായി ഇവിടെ അത് പ്രവർത്തിക്കും. വലിയ ഹാളുകളൊക്കെ ഉണ്ട്, പക്ഷെ ചെറിയ ഹാളാണ്. ചെറിയ കുടുംബങ്ങൾക്ക് വരുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അൽറോയ് ഹാള് എന്തായാലും 2 വാർഡുകൾ, 5-ാം വാർഡും അപ്പുറത്ത്. അൽറോയ് ഈവന്റ് സെന്റർ മണ്ണമ്പേട്ട. ഫോൺ നമ്പർ 759400007779.
രാജ്യത്തെ പൗരന്മാരുടെ സമ്മതിദാനാവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സുധൻ കാരയിൽ, സെബി കൊടിയൻ, ഷാജു കാളിയങ്കര, KJ ജോജു എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, CP സജീവൻ, രശ്മി ശ്രീശോഭ് എന്നിവർ പ്രസംഗിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റിലെ ഓണാഘോഷം സംഘടിപ്പിച്ചു. മേള അകമ്പടിയോടെ മാവേലി തമ്പുരാൻ അംഗങ്ങളുടെ കടകളിലെത്തി സമ്പൽ സമൃദ്ധി ആശംസിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ആഘോഷം സംഘടിപ്പിച്ചത്. നന്ദിപുരം യൂണിറ്റിൽ യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുമേഷ് നിവേദ്യം, സജിത ഗോപിനാഥ്, സാബു ചെതലൻ, MG സനിൽ, NK ബിജു, സിമി സാബു, ബീന ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ മുട്ടൻ ഷൈജു എന്ന് വിളിക്കുന്ന പോട്ട വെട്ടിക്കൽ വീട്ടിൽ 35 വയസ്സുള്ള ഷൈജുവിനെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഷൈജു ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസുകളും 6 അടിപിടി കേസുകളും 7 മയക്കുമരുന്ന് കേസുകളും 2024-ലും 2025-ലും കാപ്പ ചുമത്തിയതും അടക്കം 26 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, പാട്രിക്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ മോഹൻ, അജിൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും നേതൃത്വം നൽകി. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് NSS യൂണിറ്റുകളുടെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി മുപ്പിളിയം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. NSS POമാരായ ഡോക്ടർ അലൻ ലൂക്കോസ്, ഡോക്ടർ ട്രീസ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിജോയ് ജോസ്, പഞ്ചായത്ത് അംഗം വിജിത എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില 80,000-ഓട് അടുക്കുന്നു. പവന് 640 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില ആദ്യമായി 78,000 കടന്നു. 78,440 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 9,805 രൂപയായി. കഴിഞ്ഞ മാസം 8-ന് 75,760 രൂപയായിരുന്നു സ്വർണ്ണവില. പിന്നീട് 20-ാം തീയതി വരെയുള്ള കാലയളവിൽ 2,300 രൂപ താഴ്ന്ന ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത്. 20-ാം തീയതി 73,440 രൂപയായിരുന്നു സ്വർണ്ണവില. 2 ആഴ്ച കൊണ്ട് 5,000 രൂപയാണ് വർദ്ധിച്ചത്. കലൂർ ആലങ്ങാട് ഗവൺമെൻറ് എയ്ഡഡ് റബ്ബർ പ്ലാന്റേഴ്സ് സർവീസ് സഹകരണ സംഘത്തിൻ്റെ നവീകരിച്ച ഓഫീസ് സെപ്റ്റംബർ 7-ന് രാവിലെ 9:30-ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. ഗവൺമെൻറ് എയ്ഡഡ് റബ്ബർ പ്ലാന്റേഴ്സ് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് KT ടോമി അധ്യക്ഷത വഹിക്കും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജ് കലേറ്റുകരയിൽ ലാറ്ററൽ എൻട്രി മുഖേന 2ാം വർഷ ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കും 1ാം വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 15 വരെ കോളേജിൽ വെച്ച് നടത്തും. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ്, പ്രോസസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9446232572, അടുത്ത നമ്പർ 8547005080. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,805 രൂപ, പവന് 78,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണം വിപണിയിൽ തിരക്കേറി, ഓണച്ചന്തകളും സജീവം.
രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില 80,000-തോടടുക്കുന്നു. പവന് 640 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില ആദ്യമായി 78,000 കടന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പ്രവചിച്ചതിനെ തുടർന്ന് ചിമ്മിനി ഡാം ഷട്ടറുകൾ വീണ്ടും തുറന്നു. സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.